കുറിശി വിഷ്ണു എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയമെന്ന് പറഞ്ഞാൽ വീട്ടിൽ പൊങ്കാലയിടുന്ന രീതിയെക്കുറിച്ചാണ്. നമുക്ക് പല അവസരങ്ങളിലും വീടുകളിൽ പൊങ്കാലയിടേണ്ടി വരാറുണ്ട്. കാരണം ഇപ്പം മറ്റ് ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും നേർച്ച ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ കഴിയാത്ത അവസരത്തിൽ നമ്മൾ വീട്ടിൽ പൊങ്കാലയിടാറുണ്ട്. അതുപോലെ തന്നെ വീട് പാല് കാച്ചുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് പൊങ്കാലയിടാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണയായിട്ടൊരു ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളി അല്ലെങ്കിൽ നിവേദ്യം ഉണ്ടാക്കുന്ന സ്ഥലം നമ്മൾ അടുപ്പ് കത്തിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ്. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് വേണം പൊങ്കാല ഇടാനായിട്ട്. അപ്പം പൊങ്കാല ഇടുമ്പോൾ നമ്മൾ ആ പൊങ്കാല ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പറ്റുമെങ്കിൽ വെള്ളം തളിച്ച് ശുദ്ധമാക്കുക. ഇനി ചാണകമൊക്കെ കിട്ടാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ചാണകം മെഴുകി ഇട്ടാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ അടുപ്പ് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുപ്പിൻ്റെ വലത് സൈഡിലായിട്ട് നമ്മൾ ഒരു ചെറിയ തുമ്പല ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് നിലവിളക്ക് കത്തിച്ച് വയ്ക്കുക. ആ തിരി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും കത്തിച്ചിരിക്കണം. അതുപോലെ തന്നെ ആ നിലവിളക്കിൻ്റെ പടിഞ്ഞാറ് സൈഡിലായിട്ട് ഒരു വലിയ തുമ്പല കിഴക്കോട്ട് തുമ്പിട്ട് നമ്മൾ പടുക്ക വയ്ക്കുക. അത് അവൽ, മലര്, പഴം, അതുപോലെ തന്നെ കൽക്കണ്ട്, മുന്തിരി, വെറ്റ, പാക്ക്, നമുക്ക് എന്ത് വേണോ ഉപയോഗിക്കാം. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കിണ്ടി നിറച്ച് വെള്ളം എടുക്കുക. അടുത്തായി ഇലയിൽ ശകലം തുളസിപ്പൂ കരുതുക. അപ്പോൾ ആ തുളസിപ്പൂ ശകലം ഒരു 2-3 ഇലയെടുത്ത് നേരെ കിണ്ടിയിലെ ജലത്തിലിട്ടിട്ട് നമ്മൾ 7 നദികളെ മനസ്സിൽ സങ്കല്പിക്കുക. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി. ഈ 7 നദികളെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നമ്മൾ ഇടത് കൈ വലത് കൈയുടെ മേളിലായിട്ട് ഇടത് കൈ കൊണ്ട് അടച്ചു പിടിക്കുക. അത് കഴിഞ്ഞാൽ ആ കൈ എടുത്തിട്ട് നേരെ ആ കിണ്ടിവാലിൽ നിന്ന് വെള്ളം 3 പ്രാവശ്യം ആ കിണ്ടിയിലെ ജലത്തിലേക്ക് ഒഴിക്കുക, കൈ കൊണ്ട് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ആ തീർത്ഥം അവിടെ എല്ലാം തളിക്കുക. നമ്മൾ അടുപ്പ് കൂട്ടിയ സ്ഥലത്തും അതുപോലെ തന്നെ ആ പടുക്ക നിലവിളക്കിൻ്റെ ചുവട്ടിൽ എല്ലാം തളിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തളിക്കുക. നമ്മളും പൂർണ്ണമായിട്ട് ശുദ്ധമാകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന പാത്രം അത് മൺകലമാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ചെമ്പ്, ഓട് എന്നിവയൊക്കെ ഉപയോഗിക്കാം. അലൂമിനിയം പാത്രം പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ പാത്രം അടുപ്പിൽ വെച്ച് നിങ്ങൾ അരി ഇടുന്ന സമയത്ത് 2 കൈ കൊണ്ടും 3 പ്രാവശ്യം അരി വാരിയിടുക. അത് കഴിഞ്ഞാൽ തീയെല്ലാം കത്തിച്ച് അത് പാകമാകുന്ന സമയത്ത് അരി തിളച്ച് വരുന്ന സമയത്ത് അത് വേണമെങ്കിൽ തിളച്ച് തറയിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് കളയിപ്പിക്കാം. കാരണം അതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരവും അഹംഭാവവും ഒക്കെ പുറത്ത് പോയതായിട്ടാണ് സങ്കല്പിക്കുന്നത്. അങ്ങനെ കളയുന്നതുകൊണ്ട് തെറ്റില്ല. അതേസമയം വീടിനകത്ത് നമ്മൾ പാല് കാച്ചുന്ന സമയത്ത് ആ പാല് തിളച്ച് കളയേണ്ട ആവശ്യമില്ല, കളയിപ്പിക്കേണ്ട ആവശ്യവുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെളിയിലാണെങ്കിൽ കളയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞാൽ നേരെ ആ തീർത്ഥം തളിച്ച് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ. തീർത്ഥം തളിച്ച് ആ തുളസിയില 1-2 തുളസിയിലയിട്ട് നിങ്ങൾക്ക് ആ നിവേദ്യം ഉപയോഗിക്കാവുന്നതാണ്, മറ്റുള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വേണം നമ്മൾ വീട്ടിൽ പൊങ്കാല ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.